അങ്ങനെ ഹിസ്ബുള്ളയുടെ തലവനെയും തീർത്തു അല്ലേ? അതെ. ഇറാന് വേണ്ടി രംഗത്തിറങ്ങിയതാണ് ഹിസ്ബുള്ള. അപ്പോൾ ഒരു തരത്തിൽ 2024 നിലനിന്ന നിർത്തൽ കരാറുണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടൊക്കെ അങ്ങ് പോവുമായിരുന്നു. പക്ഷേ ഇറാനെ ഇസ്രായേൽ വളഞ്ഞിട്ടടിക്കുന്നത് കണ്ടപ്പോൾ ഹിസ്ബുള്ളയ്ക്ക് നൊന്തു. അപ്പോൾ ഇവർ പറഞ്ഞു, ഹിസ്ബുള്ളയുടെ ലീഡേഴ്സ് പറഞ്ഞു, "ഞങ്ങളിതാ ഇറങ്ങി പുറപ്പെടുകയാണ്" എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി 10 മിനിറ്റ് ഇത് പറഞ്ഞ് നാക്കെടുത്തിട്ടില്ല. അതിനു മുമ്പ് IDF അവിടെ സ്ട്രൈക്ക് ചെയ്തു. ഇയാള് അതായത് ഇതിന്റെ ലീഡറായിട്ടുള്ള നയീം ഖാസിം എന്ന് പറയുന്ന തലവനെ കൂടി തീർത്തു എന്നുള്ള വാർത്തകളാണ് വരുന്നത്. തിങ്കളാഴ്ച പുലർച്ചയോടുകൂടി ലെബനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഡ്രോണുകളും റോക്കറ്റുകളും ഒക്കെ വിക്ഷേപിച്ചു. ഹൈഫയിലേക്കാണ് പോയത് എന്ന് പറയുന്നു. അപ്പോൾ തിരിച്ച് ഇവർ സ്വാഭാവികമായിട്ടും പ്രതികരിക്കും. നമുക്കറിയാം, ഏതാണ്ട് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 360 ഡിഗ്രി തിരിഞ്ഞുകൊണ്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ എന്നുള്ളതാണ്. അപ്പോൾ ഇസ്രായേലിന് പ്രത്യക്ഷത്തിൽ ഇറാനുമായിട്ടുള്ള അറ്റാക്ക് ഉള്ളതുകൊണ്ട് ഇങ്ങോട്ടേക്ക് നോക്കേണ്ട കാര്യമില്ല. പക്ഷെ ചൊറിഞ്ഞു വാങ്ങിയതിന് മറുപടി കൊടുക്കാതിരിക്കാനും കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ശനിയാഴ്ച ഇറാനെതിരെയുള്ള യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഇവർ പറയുകയാണ്, നയീം ഖാസിം പറയുകയാണ്, ഞങ്ങൾ തിരിച്ചടിക്കും. കാരണം അവരുടെ ഇറാന്റെ പ്രോക്സിയാണല്ലോ ഹിസ്ബുള്ള. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് നൊന്തു. അവർ പറഞ്ഞു തിരിച്ചടിക്കുമെന്ന് പറയുന്നു. 10 മിനിറ്റിനുള്ളിൽ തിരിച്ച് അറ്റാക്ക് ചെയ്തിട്ടാണ് ഈ തീർക്കുന്നത്. ഇത് എന്തിനായിരുന്നു എന്നുള്ളതാണ്. ഹൂതികളെ ഇപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. ഹൂതികൾ അവിടെ നിന്ന് തിരിച്ച് ആക്രമിക്കുന്നു, അതായത് ഹോർമൂസിലൂടെ പോകുന്ന ടാങ്കറുകളെ ആക്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പുലർച്ചെ 1 മണിക്ക് ശേഷം ഈ വടക്കൻ നഗരമായിട്ടുള്ള ഹൈഫയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ അപായ സൈറൻ മുഴങ്ങുകയാണ്. അപ്പോൾ ഇത് മുഴങ്ങി ഉടൻ തന്നെ ഇസ്രായേൽ തിരിച്ചടിക്കാൻ ആരംഭിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത് എല്ലാവരും വിചാരിച്ചു തിരിച്ചടിക്കുന്നു, അപായ സൈറൻ മുഴങ്ങുന്നു, എല്ലാവരും ജാഗ്രതയോടെ ഇരിക്കുന്നു, അടിക്കാൻ പോകുന്നത് ഇറാനെയാണ് എന്നവർ വിചാരിച്ചത്. പക്ഷേ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. ലെബനിലേക്കാണ് ഇപ്പം തിരിച്ചുള്ള അടി മുഴുവനും പോയിട്ടുള്ളത്. അതായത് അറ്റാക്ക് നടത്തിയത് മുഴുവനും ലെബനൻ കേന്ദ്രീകരിച്ചിട്ടാണ്. അപ്പോൾ ലെബനിലെ ഇനി അവിടെ എണീറ്റ് നിൽക്കുക, അതായത് ഈ പറയുന്ന നയീം ഖാസിമും നയീം ഖാസിമിൻ്റെതായിട്ടുള്ള അനുചരന്മാരും ഉണ്ടല്ലോ, ആ ഒരു വൃന്ദത്തെ മുഴുവനും തീർത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അപ്പോൾ റോക്കറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തടഞ്ഞു നിർത്തി എന്ന് പറയുമ്പോഴും ഇറാനെ സംബന്ധിച്ച് പോലും ഇറാനിൽ ഉള്ള സംവിധാനങ്ങൾ, വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും തകർക്കാനായിട്ട് ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ അമേരിക്ക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മിസൈലുകളെ തകർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട്. അതായത് ചൈനീസ് സംവിധാനങ്ങളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ചൈനീസ് സംവിധാനങ്ങൾ പ്രാപ്തമല്ല എന്നുള്ളതാണ്. ഈ പ്രാപ്തമല്ല എന്നുള്ള വാർത്തകൾ വരുന്നതിനിടയിൽ ഇത്തരത്തിലുള്ള വാർത്തകൾ കൂടി വരുമ്പോൾ നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൾഫ് മേഖലയിൽ ഒന്നടങ്കം ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങളെല്ലാം തിരിഞ്ഞുകൊണ്ട് ഇറാനെ ഒറ്റപ്പെടുത്തുന്നു. അതിനിടയിലാണ് ഈ ഫോർമോസിലേക്കുള്ള അറ്റാക്ക് വരുന്നത്. അപ്പോൾ അവിടെ ഒമാൻ കൈകാര്യം ചെയ്യുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഒമാന്റെ ഒരു ബന്ധം നിലനിൽക്കുന്നതുകൊണ്ട് അവിടേക്ക് സ്ട്രൈക്ക് നടത്തില്ല എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അതുപോലും ഇറാൻ ചിന്തിച്ചില്ല എന്നുള്ളതാണ്. ആ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് സ്ട്രൈക്ക് നടത്താതിരുത്തുന്നതായിരുന്നു ഉചിതം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലും ചിന്തിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾക്ക് ഇറാൻ ഈ സമയത്ത് അത്രേ വില കൊടുക്കുന്നുള്ളൂ. 5 പതിറ്റാണ്ടായിട്ട് നീണ്ടു നിൽക്കുന്ന ബന്ധമാണ് ഒമാനുമായിട്ടുള്ളത്. ആ ബന്ധം വിച്ഛേദിക്കുന്ന തരത്തിലേക്കാണ്. അതിനെ അവിടേക്ക് ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒരു എണ്ണ ടാങ്കറെ ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒമാനും പൊള്ളും. അവരുടെ കൂടി നിയന്ത്രണത്തിൽ വരുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏറ്റുമുട്ടൽ ഇതിന് നടന്നു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു കൊട്ടിഘോഷം, ഞങ്ങളവിടെ ആക്രമിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ഹൂതികളെ വെച്ചിട്ടാണ് ആക്രമിച്ചത് എന്നുള്ള വാർത്തകൾ വന്നു. അത് അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കുമാണ് ഇപ്പുറത്ത് നിന്ന് ലെബനനിൽ നിന്നുള്ള ആക്രമണം ഹിസ്ബുള്ള തുടങ്ങുന്നത്. ഈ ഹിസ്ബുള്ള തുടങ്ങുമ്പോൾ ഇതിന്റെ ഒരു മാനം എന്ന് പറയുന്നത്, അറ്റാക്കിന്റെ മാനം എന്ന് പറയുന്നത് വേറെ തലത്തിലേക്ക് പോവുകയാണ്. ഇതിനിടയിൽ ഇവർ USS എബ്രഹാം ലിങ്കൺ ആക്രമിച്ചു എന്നുള്ള വാർത്ത വന്നു. ഇറാൻ ആക്രമിച്ചു എന്നുള്ള വാർത്ത വന്നു. തിരിച്ച് അപ്പം തന്നെ വാഷിങ്ടൺ പ്രതികരിച്ചിരുന്നു, അത് ആക്രമിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത്. അതായത് അങ്ങോട്ടേക്ക് പോയ മിസൈൽ അവർ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകളാണ് വന്നത്. അതായത് വാഷിങ്ടൺ പറഞ്ഞത് ഈ ഒരു തരത്തിലുള്ള സ്ഥിരീകരണമാണ് തന്നത്. 2025 ജൂണിൽ ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു 12 ദിവസം നീണ്ടു നിന്ന യുദ്ധമുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നുള്ള രീതിയിൽ ലെബനൻ സർക്കാർ അഭ്യർത്ഥിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തവണയും ഇവരിത് പറയുന്നുണ്ട്. പക്ഷേ ഹിസ്ബുള്ള അവിടെ നിന്ന് ആക്രമണം നടത്തുന്ന സമയത്ത് ഒരിക്കലും ഇസ്രായേൽ ഇതിന് നിൽക്കില്ല എന്നുള്ളതാണ്. ഒരു ആക്രമണം ഉണ്ടായാൽ സ്വാഭാവികമായ ഒരു പ്രത്യാക്രമണം ഉറപ്പാണ്. ആ ഉറപ്പുള്ള സ്ഥലത്തേക്ക് ലെബനൻ സർക്കാരിന്റെ ഒരു നീക്കം എത്രത്തോളം ഫലപ്രദമാകും എന്നുള്ളത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളതെന്ന് വെച്ചാൽ
ലെബനൻ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഈ ഹിസ്ബുള്ളയുടെ കയ്യിലുള്ള രാജ്യമല്ല. ഹിസ്ബുള്ള എന്ന് പറയുന്നത് അവിടെ ഒരു പ്രോക്സി ആയിട്ട്, ഇറാൻ്റെ പ്രോക്സി ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഇതിനകത്ത് ഈ ലെബനൻ എന്ന് പറഞ്ഞത് ക്രിസ്ത്യൻ രാജ്യമായിരുന്നു. പൂർണ്ണമായിട്ടും ക്രിസ്ത്യൻ രാജ്യമായിരുന്ന സ്ഥലത്തേക്ക് അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്ത് അത് പൂർണ്ണമായിട്ടും ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് മാറുകയും അവിടെ ഈ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന മൈനോറിറ്റി ആയിട്ട് മാറുകയും ചെയ്തു. ആ ക്രിസ്ത്യൻസിനെ നിരന്തരം വേട്ടയാടി. അവിടെ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കാൻ കഴിയില്ല. അപ്പോൾ ഉടനെ ഈ ഇസ്ലാമിസ്റ്റുകൾ വന്നിട്ട് ഇവരെ കൊന്നുകളയും. ആൾക്കാർ ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്ന് ചോദിച്ചിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നിരന്തരമായ ആഭ്യന്തര പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന, നമ്മുടെയൊക്കെ അറിയാലോ, ഇവിടെ വരുന്ന സിറിയൻ സഭകളുടെയൊക്കെ അധ്യക്ഷന്മാർ അവിടെ ബോംബാക്രമണം ഉണ്ടാകുമ്പോൾ ഇവിടുന്ന് പെട്ടെന്ന് ഫ്ലൈറ്റ് പിടിച്ച് പോകും. അയ്യോ ഞങ്ങളുടെ പള്ളി പിടിക്കാൻ പോകുന്നു, അവർ പള്ളി ബോംബ് വെച്ച് ആർക്കും ഇല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യും എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ സിറിയയിലും ലിബിയയും ഈ ലെബനോനും പറയുന്ന രാജ്യത്തുമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ജനത ഉണ്ടായിരുന്നതാണ്. അവിടെയൊക്കെ ഈ ഭീകരവാദികൾ വൈപ്പ് ഔട്ട് ചെയ്തതാണ്. ഏതായാലും ഇസ്രയേൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന വാർ അഗെയിൻസ്റ്റ് ഇറാൻ എന്ന് പറയുന്ന പോളിസി അധികം മുന്നോട്ട് പോകുമ്പോഴേക്കും ഈ ഹിസ്ബുള്ളയും ഹൂത്തികളെയൊക്കെ തുടച്ചു നീക്കുകയും അതിലൂടെ ഈ ലിബിയയും സിറിയയും അടക്കമുള്ള രാജ്യങ്ങൾ സ്വതന്ത്രമാവുകയും ചെയ്യും. ഇല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഭീകരവാദത്തിൽ നിന്ന് മുക്തമാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാകും. അതല്ലാതെ ഈ പറയുന്ന തീവ്രവാദത്തെ തുടച്ചു നീക്കാതെ ശാന്തി ഉണ്ടാകില്ല, സമാധാനം ഉണ്ടാകില്ല. അതല്ലാത്ത ഒരു മുന്നോട്ട് പോക്ക് ഇവിടെ അപ്രായോഗികമാണ് എന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹൈഫയിലേക്കുള്ള ആക്രമണത്തിന് പ്രതിരോധമായിട്ടല്ല, ഇറാനെ ആക്രമിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ്, എൻ്റെ ഒരു വിലയിരുത്തലാണ്, ഇറാനെ ആക്രമിക്കുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ പറയുന്ന ലെബനനിൽ നടത്തിയിരിക്കുന്ന ആക്രമണം. അത് വളരെ ആവശ്യമാണ്. അത് ഇസ്രയേലിൻ്റെ മുന്നോട്ട് പോക്കിന് വളരെ അത്യന്താപേക്ഷിതമാണ്. അതല്ലാതെ മറ്റൊരു മാർഗം ഇസ്രയേലിൻ്റെ മുന്നിലില്ല. അതുകൊണ്ട് ലെബനെ ആക്രമിക്കും, നാളെ സിറിയയും ആക്രമിക്കും, ആ കാര്യത്തിന് സംശയമില്ല. തീവ്രവാദികൾ ഇവിടെ ഉണ്ടോ, അവിടെ ആക്രമണം നടത്തിയാലല്ലാതെ ഇസ്രയേലിന് നിലനിൽക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ ഇതുവരെ തന്നുകൊണ്ടിരുന്ന എല്ലാ പിന്തുണയ്ക്കും നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഈ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. അതിന് മറ്റൊന്നും നിങ്ങൾ ചെയ്യേണ്ടതില്ല. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടാതെ വാർത്തകൾക്ക് താഴെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തുക.